തിരുനാവായിലെ മഹാമാഘ മഹോത്സവത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും. ഭദ്രപൂജയാണ് ഇന്നത്തെ പ്രധാന കർമ്മം. നിള ആരതി വീക്ഷിക്കാൻ ഓരോ ദിവസവും 10,000-കണക്കിന് ഭക്തരാണ് തിരുനാവായിലെത്തുന്നത്. നിള സ്നാനവും മഹാമാഘ മഹോത്സവത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം നമുക്കൊപ്പം ചേരുകയാണ്. ശിവദാസ്, ആദ്യം നമുക്ക് അരുൺ ആലത്തൂരായിരുന്നു ഗൗതം. എന്തായാലും ശിവദാസ്, അതെ തീർച്ചയായും പ്രേക്ഷകരിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഗൗതം, ഒരുപാട് പേർ അവിടേക്ക് നിള ആരതി നേരിട്ട് വീക്ഷിക്കാനായി എത്തുന്നു. അവിടെ എത്താൻ കഴിയാത്തവർക്ക് വേണ്ടി ജനം TV പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ, അല്ലെ, മനോഹരമായ വളരെ പുണ്യനിമിഷത്തിന്റെ ദൃശ്യങ്ങളെല്ലാം അവിടേക്ക് എത്തിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാന ചടങ്ങുകൾ? നമുക്ക് ശിവദാസ് പറഞ്ഞു തരും. ശിവദാസ് പറയും. രാഖി, ഗൗതം, നമസ്തേ. കേരളത്തിൻ്റെ ഒരു വിരാട ഹിന്ദു സംഗമം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ാം തീയതി മുതലാണ് കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ തുടങ്ങിയത്. തിരുനാവായ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായി ഇതിന് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഇത്തരത്തിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആണ് നിളാസ്നാനവും അതോടൊപ്പം തന്നെ നിള ആരതിയുമാണ്. ഓരോ ദിവസവും നിളാസ്നാനത്തിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ നദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഭാരതപ്പുഴയുടെ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിള ആരതി വീക്ഷിക്കുന്നതിന് വേണ്ടിയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എത്തുന്നു. ഓരോ ദിവസം കഴിയുന്തോറും വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുടക്കത്തിൽ കുറവായിരുന്നു എങ്കിൽ പോലും ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് നിള ആരതി നടക്കുന്നത്. ഗംഗ ആരതിക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നിള ആരതി നടക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീളുന്ന ആ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇവിടേക്ക് ഭക്തർ എത്തുന്നുണ്ട്. വലിയ ആ സമയങ്ങളിലൊക്കെ തന്നെ റോഡുകളിലടക്കം വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വലിയൊരു ഭക്തജന പ്രവാഹമാണ് ഓരോ ദിവസം കഴിയുന്തോറും ഈ മഹാമഘ മഹോത്സവത്തിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പൂജകളും മറ്റ് കർമ്മങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പൂജാ കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഭദ്രപൂജയാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ പൂജയ്ക്ക് ആചാര്യൻ മനോജ് മേച്ചേരിയാണ് നേതൃത്വം നൽകുക. ഗുപ്ത നവരാത്രിയുടെ അവസാന ദിനമായ നവമിയിലാണ് പരമ്പരാഗതമായും ഭദ്രപൂജ നടത്തുന്നത്. ഈ പൂജയിൽ ആരാധിക്കപ്പെടുന്ന ദേവത ഭക്തരെ സിദ്ധികളിലേക്കും മഹാവിദ്യകളിലെ പ്രാവീണ്യത്തിലേക്കും ഉയർത്താൻ സഹായിക്കുന്നതായുള്ള വിശ്വാസം ഉണ്ട്. ഗുപ്ത നവരാത്രിയിലെ ഏറ്റവും ആത്മീയ തീവ്രതയുള്ള അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് മഹാനന്ദ നവമി ദിനത്തിലെ ഭദ്രപൂജയെന്നും ആത്മീയ മുന്നേറ്റം തേടുന്നവർക്ക് അപൂർവമായ അവസരമാണ് ഇതെന്നും ഉള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് വ്യത്യസ്തമായ പൂജാ കർമ്മങ്ങളും വ്യത്യസ്തമായ പരിപാടികളും ചടങ്ങുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രധാന ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത്. സന്യാസി സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ മഹാമഘ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടനം കേരള ഗവർണറാണ് നിർവഹിച്ചത്. അത് ജനുവരി 19-നായിരുന്നു. അതിനുശേഷം വൻ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ്. ഇതിന് പ്രത്യേകമായ വേദികൾ തയ്യാറാക്കിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. അവിടേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായ വിശിഷ്ടമായ ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അപൂർവമായാണ് നടക്കുന്നത്. നമുക്കറിയാം, മഹാമഘ മഹോത്സവം എന്ന് പറയുന്നത് അതൊരു നദീപൂജയാണ്. ഈ സമയത്ത് സപ്തനദി സംഗമം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതായത് സപ്തനദികളുടെ ഒരു സംഗമം, ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ നദികളുടെ ഒരു സംഗമം ഈ സമയത്ത് മാഘമാസത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഇവിടെ സ്നാനം നടത്തുന്നവർക്ക് അതിൻ്റെ പുണ്യം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൂജകൾ, നദീപൂജയ്ക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള
ഇത്തരത്തിലുള്ള ചടങ്ങുകളും കർമ്മങ്ങളുമാണ് ഈ സമയങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളും ചടങ്ങുകളുമാണ്. അതായത് നദീപൂജയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും കർമ്മങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയെ ആരാധിക്കുന്നു, നദിയെ ആരാധിക്കുന്നു, സൂര്യനെ ആരാധിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ ചടങ്ങുകളും കർമ്മങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ മക മഹോത്സവം എന്ന പേരിൽ ഇവിടെ ഇത്തരത്തിലുള്ള നദീപൂജ നടന്നിരുന്നു. അന്ന് സന്യാസി സംഗമവും സന്യാസിമാരെ ആദരിക്കുന്ന ചടങ്ങുകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. ഏകദേശം 2.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 270 വർഷങ്ങൾക്ക് മുൻപ് ആയിരുന്നു ഇത്തരത്തിലുള്ള നദീപൂജയും ഈ രീതിയിലുള്ള ചടങ്ങുകളും ഇവിടെ നടന്നിരുന്നത്. അതൊരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. സനാതന ധർമ്മത്തിൻ്റെ തുടർച്ചയായി അത്തരം ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് നിന്നു പോവുകയായിരുന്നു. വൈദേശിക ശക്തികളുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ അത് നിന്നു പോവുകയായിരുന്നു. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തൊക്കെ ഇവിടെ ക്ഷേത്രങ്ങളടക്കം നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ ചില ക്ഷേത്രങ്ങൾ ഈ തിരുനാവായയിലും തവനൂരിലുമൊക്കെ തകർക്കപ്പെട്ടിരുന്നു. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്, ഈ അടുത്ത കാലത്താണ് ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ഹിന്ദു വിശ്വാസികളുടെ കൂട്ടായ്മയിൽ അതെല്ലാം തന്നെ വീണ്ടെടുത്ത് അതിൻ്റെ പുനരുദ്ധാരണവും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം നടന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മുൻപ് നിന്നിരുന്ന പിന്നീട് നിലച്ചുപോയ ഇത്തരത്തിലുള്ള നദീപൂജയും ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാന കർമ്മങ്ങളും എല്ലാം തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. 2016 മുതൽ ഇവിടെ മഹാമക മഹോത്സവം നടന്നിരുന്നു. അത് ചെറിയ രീതിയിലാണ് നടന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അത് വിശാലമായ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 മുതൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളിലൊക്കെ തന്നെ അത് ചെറിയ രീതിയിലായിരുന്നു നടന്നിരുന്നത്. സന്യാസി സംഗമവും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനവും അതോടൊപ്പം തന്നെ നദീപൂജയും ഇതിൻ്റെ ഭാഗമായി ഈ കാലയളവിൽ നടന്നിരുന്നു. ഈ തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ അത് തുടർച്ചയായി ഓരോ വർഷവും നടന്നിരുന്നു. പിന്നീട് ഈ വർഷമാണ് വിശാലമായ തലത്തിലേക്ക് അതൊരു ഹിന്ദു കൂട്ടായ്മയായി, ഹിന്ദു സാംസ്കാരിക കൂട്ടായ്മയായി, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള പൂജാകർമ്മങ്ങളും ഈ രീതിയിലുള്ള ചടങ്ങുകളും നിള ആരതിയും നിള സ്നാനവും അടക്കമുള്ള സനാതന ധർമ്മത്തിൽ ഊന്നിയ അധിഷ്ഠിതമായ ഇത്തരത്തിലുള്ള ചടങ്ങുകളും കർമ്മങ്ങളുമൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ മഹാമക മഹോത്സവം അത് ഒരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രത്തോളം ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം അത്തരത്തിലുള്ള ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള 3 ട്രെയിനുകൾ ഇതിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ, കുറ്റിപ്പുറത്ത് പ്രത്യേക സ്റ്റോപ്പുകൾ 3 ട്രെയിനുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശാലമായ തലത്തിലേക്ക് ഈ ഒരു മഹാമക മഹോത്സവം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്നും നിളാസ്നാനം അല്പസമയത്തിനകം ഉണ്ടാകും. ഈ നിളാസ്നാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തർ എത്തുന്നുണ്ട്. രാവിലെ ഏകദേശം 8:30 നിളാസ്നാനം ഉണ്ടാവുക. ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ അടക്കം ആ രീതിയിലായിരിക്കും നിളാസ്നാനം ഉണ്ടാവുക. വൈകിട്ടാണ് നിള ആരതി ഉണ്ടാവുക. ഏകദേശം 6:30 മുതൽ 8 മണി വരെ നിള ആരതി നടക്കും. ഈ നിള ആരതി വീക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ തുടർച്ചയായി തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ അനുബന്ധമായി തന്നെ മറ്റൊരു ഭാഗത്ത് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. യോഗ അഭ്യാസം, അതോടൊപ്പം തന്നെ ഭജൻസ്, അതോടൊപ്പം തന്നെ മറ്റ് ആത്മീയപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും മഹാമക മഹോത്സവം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയിൽ അത് ഒരു വലിയ ഉത്സവമായി തന്നെ ഭക്തർ ഏറ്റെടുത്തിട്ടുണ്ട്. മഹോത്സവമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയൊരു വിജയമായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. ഇന്ന് 10ാം ദിനമാണ്. ഈ 10ാം ദിനത്തിലും വലിയൊരു ഭക്തജന പ്രവാഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, രാഖി. ശരി ശിവദാസ്, എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർക്ക് അവിടേക്ക് എത്തണം, അല്ലേ? ആ ഒരു പുണ്യഭൂമിയിൽ എത്തണം, ഈ ഒരു ചടങ്ങിനൊക്കെ സാക്ഷ്യം വഹിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും അതിന് സാധ്യമാകണമെന്നില്ല. രാഖി, എനിക്കൊന്നും ഇത് പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയാണ് ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നടന്ന കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന്, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ ഒരു കുംഭമേളയിൽ ആദ്യമായിട്ടായിരിക്കും പങ്കെടുക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തന്നെ, UP ഗവൺമെൻറ്, പ്രത്യേകിച്ച് യോഗിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ കുംഭമേളയുടെ പ്രാധാന്യം അങ്ങേയറ്റം
സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും യുവാക്കൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു കുംഭമേളയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ 270 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മഹാമാഘ മഹോത്സവം, നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള മാമാങ്കം, അതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ജനം TV മാത്രമാണ് അത് തുടർച്ചയായി അതിൻ്റെ വാർത്തകൾ നൽകുന്നത്. ബാക്കി മാധ്യമങ്ങൾക്കൊന്നും അവിടേക്ക് പോകുന്നതിലോ അത് കവർ ചെയ്യുന്നതിലോ താല്പര്യം കാണിക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ അതിലൊക്കെ വലിയ ഹാപ്പിയാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ എത്താൻ സാധിക്കാത്തവർക്കൊക്കെ തന്നെ അല്ലേ ആ ഒരു പുണ്യ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജനം TV. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അറിയിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ്.